നെടുമങ്ങാട് പാലോട് നിന്ന് ട്രിവാൻഡ്രത്തോട്ടുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നെടുമങ്ങാട് കഴിഞ്ഞു. നെടുമങ്ങാട് നിന്ന് നമ്മളിപ്പോൾ വട്ടപ്പാറ റോഡ് കയറി അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് വേണം പോകാൻ. കാരണം അവിടെ തിരുവനന്തപുരം റോഡിലോട്ട് നേരെ പോകാൻ പറ്റില്ല. അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വണ്ടിയെല്ലാം ഡൈവേർട്ട് ചെയ്താണ് വിടുന്നത്. അപ്പോൾ നമ്മളിപ്പം വട്ടപ്പാറ റോഡ് നെടുമങ്ങാടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് വട്ടപ്പാറ റോഡ് കയറി കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ലെഫ്റ്റിലേക്കുള്ള റോഡ് കയറി. ഇത് കരകുളമാണ്, കരകുളം റോഡാണ്. അപ്പോൾ ആ റോഡ് നമ്മളിങ്ങനെ പോവുകയാണ്. ട്രിവാൻഡ്രത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വെൽക്കം ടു AK ട്രാവൽ ലോഗ്. നല്ല കാറ്റുണ്ട്. ഇവിടെ മഴ അല്പം കുറഞ്ഞു, പക്ഷെ നല്ല കാറ്റുണ്ട്. ഈ റോഡ് വലിയ കുഴപ്പമില്ല, എന്നാലും ചില സ്ഥലങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടപ്പുണ്ട്. അത്യാവശ്യം സ്പീഡിൽ പോകാം, പക്ഷേ ഈ മഴയത്ത് സ്പീഡിലൊക്കെ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒരു മിനിമം അല്ലെങ്കിൽ ആവറേജ് സ്പീഡിൽ പോകുന്നതാണ് നല്ലത്. അത്യാവശ്യം നല്ല മഴയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മഴ ഏതാണ്ടൊരു വഴയിലൊക്കെ കാണും. പഴയ രാജപാത റോഡ്, ഓൾഡ് രാജ്പാത്ത് റോഡ്. ഇത് പണ്ടത്തെ രാജപാതയായിരുന്നു. പണ്ട് രാജാവ് വന്നും പോയി നിന്ന റോഡാണെന്ന് തോന്നുന്നു. അതാണ് പഴയ രാജപാത എന്ന് പേര് ഈ റോഡിന്. അത് കൊള്ളാം. മുളമുക്ക്, ഈ സ്ഥലം മുളമുക്ക് ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നിന്ന് ലെഫ്റ്റും റൈറ്റും ഒക്കെ റോഡുണ്ട്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. കരകുളം തിരുവനന്തപുരം നേരെ, വേങ്കോട് വട്ടപ്പാറ വലത്തോട്ട്. അപ്പം നമുക്ക് നേരെ ഫ്രണ്ട്സ്, മഴ ചെറുതായിട്ടൊന്ന് തുള്ളിയെടുത്തു. ബൈക്കുകാരെല്ലാം റെയിൻകോട്ട് ഇട്ട് പോവാണ്. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, അങ്ങനെ കളർഫുൾ റെയിൻകോട്ടൊക്കെ ഇട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പഴയ രാജപാത റോഡിൽ നിന്നും വലത്തോട്ട് പോവുകയാണ്. കരകുളം തിരുവനന്തപുരം വലത്തോട്ട്. മുല്ലശ്ശേരി കുമ്മിപ്പള്ളി റോഡ്, ആ റോഡിലാണ് നമ്മളിപ്പോൾ കയറിയത്. കരകുളം മുല്ലശ്ശേരി റോഡ്. ഇത് നല്ല റോഡാണ്. നല്ല രീതിയിൽ ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. ഗോ സ്ലോ, ഡേഞ്ചർ സോൺ. അങ്ങനെ മഴയൊക്കെ തീർന്നു.
അന്തരീക്ഷമൊക്കെ ഒന്ന് വെളുത്തു തുടങ്ങി. ഇങ്ങോട്ട് വന്നപ്പോൾ മഴയില്ല. കായ്പടി, നല്ല സ്ഥലം, പേര് കായ്പടി. പറഞ്ഞില്ലേ, നമ്മള് നെടുമങ്ങാട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പിന്നെ മഴയില്ല. നെടുമങ്ങാട് നിന്ന് അങ്ങോട്ടാണ് മഴ. നെടുമങ്ങാട്, പാലോട്, ആ സ്ഥലങ്ങളിലോട്ടാണ് മഴ. ഇങ്ങോട്ട് മഴയില്ല. ടാറിട്ട റോഡ് തീർന്നു. നല്ലപോലെ പോളിഷ് ചെയ്ത് ടാറിട്ട റോഡ് തീർന്നു. ഇപ്പോൾ ആ റോഡ് മാറി ഇപ്പോൾ രണ്ട് സൈഡും കോൺക്രീറ്റ് ഒക്കെ ഇട്ട് അത്ര പോളിഷ് അല്ലാത്ത ടാറിട്ട റോഡിൽ കൂടിയാണ് പോകുന്നത്. അവിടെ ആയിട്ട് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. എന്നാലും സാരമില്ല, അത്ര മോശമല്ല റോഡ്. കരകുളം മുല്ലശ്ശേരി കുമ്മിപ്പള്ളി റോഡ് ഒരു ഇറക്കവും കയറ്റവും ഒക്കെയാണ്. നമ്മൾ മുല്ലശ്ശേരി എത്തി. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോവേണ്ടത്. റൈറ്റിലേക്ക് പോയാൽ വേങ്കോട്, വട്ടപ്പാറ, ലെഫ്റ്റിലോട്ട് തിരുവനന്തപുരം. ഇത് നല്ല ടാറിട്ട റോഡാ. നമുക്കിനി ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോവേണ്ടത്. ബസ് നിർത്തിയതിൻ്റെ ചെറിയ ബ്ലോക്കായിരുന്നു. മഴയില, പേരൂർക്കട, വെള്ളയാമ്പലം, മ്യൂസിയം, പാളയം, കിഴക്കേക്കോട്ട ബസ്, മുല്ലക്കര, വഴയില അതുവഴി വരുന്ന ബസ്സാണ്. ഇത് നല്ല റോഡാണ്. ടാർ ചെയ്ത് നല്ല സൈഡെല്ലാം ലൈനിട്ട് റിഫ്ലക്ടർ എല്ലാം വെച്ച് നല്ല അടിപൊളിയൊക്കെ ഇട്ടിട്ടുള്ള റോഡാണ്. ഇട സൈഡ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. നമ്മൾ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. അത്രേ കാണാൻ പറ്റും. ബാക്കിന് ടേണിങ്സ് ആണ്. കരകുളം നേരെ, നെടുമങ്ങാട് ലെഫ്റ്റിലോട്ട്. നമുക്ക് നേരെയാണ് പോവേണ്ടത്. ഫ്രണ്ട്സ്, നമ്മൾ ഏണിക്കര എത്തി. നെടുമങ്ങാട്, പൊന്മുടി എല്ലാം ഇടത്തോട്ട്, പേരൂർക്കട വലത്തോട്ട്. നമുക്ക് പേരൂർക്കടയിലോട്ട് തിരിയാം. ഇവിടെയാണ് റോഡ് പണി നടക്കുന്നത്. അതുകൊണ്ടാണ് വണ്ടികളെല്ലാം ഈ റോഡ് തിരിച്ചു വിടുന്നത്. DPMS ഹോസ്പിറ്റൽ, ഡോക്ടർ പ്രിയാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതുകൊള്ളാം. ഇതാണ് വഴയില ജംഗ്ഷനിൽ നിന്ന് നെടുമങ്ങാട് പോകുന്ന റോഡ്. നല്ല വീതി എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് പണി തീർന്നിട്ടില്ല. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വർക്ക് ഈസ് ഗോയിങ് ഓൺ. ഇത്രയേ ഉള്ളൂ. നമുക്കിനി നേരെ വഴയില, പേരൂർക്കട അതിലേ കയറി പേരൂർക്കടയിൽ നിന്ന് റൈറ്റ് എടുത്ത്
നേരെ അമ്പലമുക്ക്, കവടിയാർ, വെള്ളയമ്പലം, വെള്ളയമ്പലത്തിൽ നിന്ന് വഴുതക്കാട് നേരെ തൈക്കാട് നിന്ന് നേരെ തമ്പാനൂര്. അതാണ് നമ്മുടെ റൂട്ട്. നമുക്ക് CNG അടിക്കണമായിരുന്നു. നമുക്ക് നോക്കാം, വഴയിലെ പമ്പിൽ CNG ഉണ്ടെങ്കിൽ കയറി അടിക്കാം, ഇല്ലെങ്കിൽ നമുക്കങ്ങ് പോകാം. നല്ല വീതി കൂട്ടി വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട് റോഡ്. രണ്ട് സൈഡും 4 വരിയാണ് ചെയ്യുന്നത്. പണ്ട് എങ്ങനെ കിടന്ന റോഡാണ്. എപ്പോഴും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന റോഡാണ്. ഇപ്പൊ ഈ ചില പരസ്യങ്ങളിലൊക്കെ പറയും പോലെ ഇത് വിശാലമായ കാർ പാർക്കിംഗ് ഏരിയ എന്ന് പറയില്ലേ, അതുപോലെ അങ്ങനെ വിശാലമായി 4 വരിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വഴയില ജംഗ്ഷൻ എത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ മുക്കോലയ്ക്കൽ, വലത്തോട്ട് പോയാൽ കേരളാദിത്യപുരം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു ട്രിപ്പ് അടിച്ചു. പക്ഷേ അത് തൊട്ടടുത്ത ലൊക്കേഷൻ ആയിരുന്നു. അടുത്തെത്തിയതും റൈഡർ ക്യാൻസൽഡ് എന്ന് കാണിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും ആ ട്രിപ്പില്ല. എന്തായാലും ഇവിടെ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇത് ഒറ്റ ലൈനേ ഉള്ളൂ, കാറിനായാലും ഓട്ടോയ്ക്കായാലും ഒറ്റ ലൈനേ ഉള്ളൂ ഈ പമ്പിൽ. അപ്പോൾ പിന്നെ ഇവിടെ കിടന്ന് വെറുതെ സമയം കളയുന്നില്ല. എന്തായാലും നമുക്ക് പോകാം. ബാക്കിലോട്ട് നല്ല മഴ കറുത്ത് കിടക്കുക. നമ്മൾ വന്ന വഴി അങ്ങോട്ടൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെയും ആ ട്രിപ്പ് തന്നെ അടിച്ചു. പിന്നെയും റൈഡർ ക്യാൻസൽ ചെയ്തു. ഇത് എന്താണെന്ന് അറിഞ്ഞൂടാ. ഇനി അവിടെ 1-2 ടാക്സി ചേട്ടന്മാർ കിടപ്പുണ്ട്. ഇനി അവരെന്തെങ്കിലും ട്രിപ്പ് ബുക്ക് ചെയ്ത് കളിക്കുന്നതാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് പോകാം. കളിക്കുന്നവർ കളിക്കട്ടെ, ട്രിപ്പ് ബുക്ക് ചെയ്ത് കളിക്കട്ടെ. ട്രിപ്പ് ആവശ്യമുള്ളവർ, വണ്ടി വേണം എന്നുള്ളവർ മര്യാദയ്ക്ക് ബുക്ക് ചെയ്ത് ക്യാബ് അക്സെപ്റ്റ് ചെയ്ത് ട്രിപ്പ് എടുത്ത് പോകും. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നവർ കളിച്ചുകൊണ്ടിരിക്കട്ടെ, അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പേരൂർക്കട ഭാഗത്ത് നിന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒതുക്കി കുറച്ച് നേരമായിട്ട് ചോറൊക്കെ കഴിച്ചു. ട്രിപ്പൊന്നും അടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കവടിയാർ സൈഡിലോട്ട് വന്നു.
അവിടെയും കുറച്ച് നേരമൊക്കെ നിന്നു. അല്പസമയം കിടന്ന് ഉറങ്ങി. ഉറക്കം വന്നു, അങ്ങനെ കിടന്ന് ഉറങ്ങി. ഉറങ്ങി ഒരു അരമുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂറോളം ഉറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റ് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി, മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ഫ്രഷപ്പ് ആയപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. അതിവിടെ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ടായിരുന്നു. അപ്പോൾ അത് ഗസ്റ്റിനെ കൊണ്ടാക്കി. പിന്നെ നോക്കിയപ്പോഴും CNG റിസർവായി. ക്ലിങ് എന്ന് പറഞ്ഞ് ഓറഞ്ച് ലൈറ്റ് കത്തി. അപ്പോൾ ഇനി എന്തായാലും CNG അടിച്ചിട്ട് ഇന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ച് നേരത്തെ പോവാം. അപ്പോൾ ഇന്നത്തെ ട്രിവാൻഡ്രം സിറ്റിയിലുള്ള കാഴ്ചകൾ ഇന്ന് നമുക്കിവിടെ നിർത്താം. ഇന്ന് നമ്മൾ പാലോടൊക്കെ പോയിരുന്നു. പാലോടുള്ള കാഴ്ചകളൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. ഭയങ്കര മഴയായിരുന്നു. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മഴയത്ത്, അതും ഹെവി റെയിൻ, ഫുൾ സ്പീഡിൽ വൈപ്പർ ഇട്ട് മഴയത്ത് വണ്ടി ഓടിക്കുക എന്നുള്ളത് തന്നെ ഒരു രസകരമായ ഒരു കാര്യമാണ്. ചിലർക്ക് അതിനോട് വലിയ താല്പര്യമില്ല, ചിലർക്ക് പേടിയാണ്, പക്ഷെ ചിലർക്ക് ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് വണ്ടി ഓടിക്കാൻ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് വെൺപാലവട്ടത്തുനിന്ന് CNG അടിച്ച് നമുക്കിന്ന് വീട്ടിലേക്ക് പോവാം. അപ്പോൾ CNG പ്ലാനിലോട്ട് തിരിയാൻ അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. ഇന്നിപ്പോൾ മൊത്തത്തിൽ വെയിൽ ഇല്ലാത്ത ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു 3 മണി 4 മണി ആയാലും വൈകുന്നേരമായ ഒരു പ്രതീതിയാണ്. നമ്മൾ ആ പാലോടുന്ന് വരുമ്പോഴുള്ള മഴയത്ത് ഇട്ട വീഡിയോയിൽ അതുപോലെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ അന്തരീക്ഷം എങ്ങനെയാണോ ഇരുട്ടി നിൽക്കുന്നത് അതുപോലെ ഉള്ള ഒരു പ്രതീതിയായിരുന്നു. അപ്പോൾ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് CNG അടിക്കാൻ പോകാം. വണ്ടികളൊക്കെ CNG ഫില്ല് ചെയ്തിട്ട് തിരിച്ച് വരുന്നുണ്ട്. തിരക്കുണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. വലിയൊരു ട്രെയിലർ കിടപ്പുണ്ട് ഇവിടെ. വലിയ കോൺക്രീറ്റ് മിക്സ്ചറും കിടപ്പുണ്ട്. അപ്പോ അത്യാവശ്യം തിരക്കുണ്ട്, ക്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യൂവിൽ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നീണ്ട ഒരു 15-20 മിനിറ്റ് ക്യൂ നിന്നതിന് ശേഷം നമ്മൾ CNG അടിച്ച് ഇറങ്ങി. ഇപ്പോഴേക്കും ഇവിടെ മഴ ചെറുതായിട്ട് പെയ്യുന്നു. അപ്പോൾ ഇനി എന്തായാലും വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇനി ബാക്കി ട്രിവാൻഡ്രത്തെ കാഴ്ചകൾ, ട്രിവാൻഡ്രം സിറ്റിയിലെ പല സ്ഥലങ്ങളിലുള്ള കാഴ്ചകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് വേണം, എങ്കിലേ എനിക്കിനിയും വീഡിയോസ് ചെയ്യാനൊരു പവർ കിട്ടൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൂടെ ചോദിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും
ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.